നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ കഴിഞ്ഞ ഒരു വീഡിയോയുടെ താഴെ നമ്മുടെ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള ഗുഹാക്ഷേത്രത്തിൻ്റെ ഒരു ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് കുറച്ച് കൂട്ടുകാർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ നമ്മുടെ വിഴിഞ്ഞം ഗുഹാക്ഷേത്രം എന്നറിയപ്പെടുന്ന ആ ഒരു സ്ഥലത്താണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഗുഹാക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ആദ്യമായി കാണാൻ പറ്റുന്നത് ഈ ഗുഹാക്ഷേത്രത്തിൻ്റെ ഒരു ഹിസ്റ്ററി മാർബിൾ കല്ലിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇത് വായിച്ചു നോക്കുന്ന നമ്മുടെ കൂട്ടുകാർക്ക് വേണമെങ്കിൽ വിശ്വസിക്കുകയോ ഇല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ പഴമക്കാരും അതുപോലെ ഞാൻ തന്നെ ഓർമ്മ വെച്ച കാലത്തും ഈ കല്ലിനെക്കുറിച്ച് ഒരു കഥ ഞാനും കേട്ടിട്ടുണ്ട്. പണ്ട് കാലത്ത് നമ്മൾ ഈ കാണുന്ന ഈ പ്രദേശം മുഴുവനും കൊടും കാടായിരുന്നു. ഇവിടെ ഇതുപോലെ 3 കല്ലാണ് ആകെ ഉണ്ടായിരുന്നത്. ചെളി പുരണ്ട് ആകെ ഇത് മൊത്തത്തിലേ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിക്കായിരുന്നു. അതിനുശേഷം നമ്മുടെ പഴമയേറിയ ആൾക്കാർ ഈ കല്ലിനെക്കുറിച്ച് ഒരു അറിവില്ലാത്തത് കാരണം ആ കല്ലുകളെ മുഴുവനും വൃത്തിഹീനമാക്കുന്ന രീതിയിലായിരുന്നു അവരുടെ ആ ഒരു രീതികളും കാര്യങ്ങളും. അവസാനം ഈ കല്ലിനെക്കുറിച്ച് അറിയാവുന്ന ഒരാൾക്ക് കാര്യം പിടികിട്ടി അയാൾ ഗവൺമെൻറ്റിനെ അറിയിക്കുകയും അവർ വന്ന് ഈ കല്ലിനെ കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അവർ ഇതിനെ ക്ലീൻ ചെയ്ത് നോക്കിയപ്പോഴാണ് ഇതുപോലെ ഈ ശില്പങ്ങളൊക്കെ കൊത്തിവെച്ചിരിക്കുന്ന ഒരു കാഴ്ചകളൊക്കെ കണ്ടത്. അങ്ങനെ അതിൽ 2 കല്ല് അവർ കൊണ്ടുപോവുകയും 1 കല്ല് ഇവിടെ തന്നെ അവർ സ്ഥാപിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് ഞാൻ അറിഞ്ഞിട്ടുള്ള കഥ. പക്ഷേ ഇവിടെ വന്നപ്പോൾ പഴമയേറിയ വേറെ ആൾക്കാരുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. അവരോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: പണ്ട് കാലങ്ങളിൽ അവരുടെ പെൺമക്കൾക്ക് കല്യാണ പ്രായമാകുമ്പോഴത്തേക്കും അവർക്ക് ഈ സ്വർണ്ണങ്ങൾ ആവശ്യമായിട്ട് വരുന്ന സമയം ഇവിടെ വന്ന് അവർ കുളിച്ച് നനച്ച് ഒരു തോർത്ത് ഉടുത്തുകൊണ്ട് തിരിഞ്ഞു നിന്നാണ് അവർ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന സമയം തന്നെ ഒരു ഇലയും കൂടെ വച്ചിട്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ഇവർ ആവശ്യപ്പെട്ട ആ സ്വർണം ആ ഇലയിൽ കാണുകയും ഇവർ ആ മനസ്സിൽ പ്രാർത്ഥിക്കുന്ന ഒരു സമയവും കാര്യങ്ങളുണ്ട്. ആ അനുസരിച്ചിട്ടുള്ള ആ ടൈം കഴിയുമ്പോഴത്തേക്കും ആ സ്വർണം ഇവരിവിടെ കൊണ്ട് വെച്ചു കൊടുക്കുകയും ചെയ്യണം എന്നാണ് ഒരു ഐതിഹ്യം പറയുന്നത്. അതിനുശേഷം ഈ തെങ്ങിൻ്റെ മണ്ടയ്ക്കിരുന്ന് തേങ്ങ വെട്ടുന്ന ഏതോ ഒരാൾ ഇതുപോലെ ഒരാൾ പ്രാർത്ഥിക്കുന്ന സമയം ഇങ്ങനെ ഈ സ്വർണം ആ ഇലയിൽ വന്നിരിക്കുന്ന ഒരു കാഴ്ച കണ്ടു. അതിനുശേഷം ഇവിടെ അതുപോലുള്ള ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല, ആ ഒരു ശക്തി ഇവിടെ ഇല്ലാതായി എന്നാണ് വേറൊരാൾക്കാരുടെ ഒരു അഭിപ്രായം. ഞാൻ കേട്ടതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് കൂട്ടുകാർ ഈ വിഴിഞ്ഞം ഗുഹാക്ഷേത്രത്തിനെ പറ്റി പല കഥകളും കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ എന്താണോ നിങ്ങളുടെ ആ ഓർമ്മ വെച്ച കാലം കേട്ടിട്ടുള്ളത് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ ഈ ഗുഹാക്ഷേത്രം വന്ന് കാണുമ്പോഴേ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ കല്ലിൽ കൊത്തിയിരിക്കുന്ന പല ശില്പങ്ങളും പകുതി വർക്ക് മാത്രമാണ് തീർത്തിട്ടുള്ളത്. മുഴുവനായിട്ട് വർക്കൊന്നും തീർന്നിട്ടില്ല. അതിനും ഒരു കഥ പറയുന്നുണ്ട്. പണ്ട് കാലത്ത് രാജാക്കന്മാരും ശില്പികളും ഈ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയം തന്നെ എന്തോ ചെറിയൊരു വാക്കുതർക്കങ്ങളും കാര്യങ്ങളായി ആ ശില്പികൾ ഇതിനെ പകുതി വഴിയിലാക്കി പോയി എന്നാണ് വീണ്ടും ഒരു വിഭാഗക്കാർ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ കേട്ടതെല്ലാം വെറും കേട്ടറിവുകളും അതുപോലെ വെറും വിശ്വാസങ്ങളും മാത്രമാണ്. ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ടുള്ള ഒരു ചരിത്രം ആർക്കെങ്കിലും ഇപ്പോൾ പറയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആർക്കും പറയാൻ പറ്റത്തില്ല എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോഴും 100 കണക്കിന് വിശ്വാസികളാണ് ഈ വിഴിഞ്ഞം ഗുഹാക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചു പോകുന്നത്. അവർക്ക് അതിൻ്റെതായ ഫലം ലഭിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. നമ്മുടെ കൂട്ടുകാർ എന്തെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും ആ കാര്യം നടന്നു കിട്ടും. ഇപ്പോൾ നിലവിൽ കേന്ദ്ര സർക്കാരിൻ്റെ പുരാവസ്തു ഗവേഷണ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ഈ ഒരു ഗുഹാക്ഷേത്രമുള്ളത്. അപ്പോൾ രാവിലെ ഏകദേശം 10 മണിയാകുമ്പോഴായിരിക്കും ഇത് ഓപ്പൺ ചെയ്യുന്നത്. വൈകുന്നേരം 5 മണി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മുടെ വിഴിഞ്ഞമൊക്കെ ചുറ്റിക്കറങ്ങി കാണാൻ വരുന്നവർ ഈ ഒരു പരിസരം കൂടെ കയറി ഒന്ന് കണ്ട് പ്രാർത്ഥിച്ചിട്ട് പോവുക. അപ്പോൾ ഗുഹാക്ഷേത്രത്തിൻ്റെ വീഡിയോ എങ്ങനെയാണെന്ന് നമ്മുടെ കൂട്ടുകാരൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ എന്നാൽ ബൈ.